വാക്കുകളിൽ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാനായി മാതൃഭാഷയെ കൂടപ്പിറപ്പാക്കിയത്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് ചാക്കോ സഖാവ് പറഞ്ഞപ്പോൾ അറിയാതെ കണക്കിനെ പ്രണയിച്ചു പോയവൻ. മണ്ടത്തരത്തിന്റെ മാന്ത്രിക വിദ്യ കൊണ്ട് മന്ത്രികുമാരനായ ആ പഴയ SFIക്കാരന്റെ കരളലിയിപ്പിക്കുന്ന കഥനകഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. ഒരിക്കൽ കൂടി അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി ശിവൻകുട്ടിയായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ മണ്ടത്തരങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ട്രോളർമാർക്കും വേണ്ടി കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുമെന്ന് സഗൗരവം BJP എന്ന സംഘമുദ്രയിൽ നിന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒന്നെന്ന ആ വലിയ സംഖ്യയിലേക്ക് നിയമം വഴി കരകയറിയതിന്റെ ഞെട്ടലിൽ നിന്ന് BJP അണികൾ മാറിയിട്ടുണ്ടാകില്ല. പക്ഷേ ആ ഞെട്ടലിൽ നിന്ന് BJP അണികളെ ഒന്നടങ്കം മോചിതരാക്കാൻ രചിക്കപ്പെട്ട 1 മുതൽ 0 വരെ എന്ന വിപ്ലവ കഥാസംരംഭവുമായിരുന്നു അവന്റെ അവതാര പിറവി. പിന്നീടുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. മണ്ടത്തരങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത് രാഷ്ട്രീയത്തിൽ തന്റേതായ സാമ്രാജ്യം പടുത്തുയർത്തുമ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിഞ്ഞ കാലം അയാൾക്കും ഉണ്ടായിരുന്നു. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. മുണ്ടും മടക്കി പിടിച്ച് നെഞ്ചും പെരിച്ച് ഒരു വരവ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന നേഴ്സറി ഹൃദയത്തെ തന്നിലേക്ക് ആവാഹിച്ച് നിയമസഭയിൽ ചെറുതായി അങ്ങട് പിച്ച വെച്ച് തുടങ്ങി. എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ. ഈ മോഹൻലാലൊക്കെ ഇതെങ്ങനെ എന്തോ കാണിക്കുന്നത്? ഓട്ടം, ചാട്ടം, ജാവലിൻ ത്രോ, കണ്ണുകെട്ടി, കലമടി, അയലോക്കംകാരന്റെ തലക്കടി തുടങ്ങി എല്ലാ മേഖലകളിലും ഒരു വേദിയിൽ കഴിവ് തെളിയിച്ച വിപ്ലവ സിംഹത്തെ നിലത്ത് പോലും വെക്കാതെ കൊണ്ടുപോകാനുള്ള പല്ലക്കുമായി അന്ന് അടിയാളന്മാരും എത്തിയിരുന്നു. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഓ, റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലല്ലേ ചോര ഒഴുകണത്. ആ നിലവിളി ശബ്ദം വിടോ. നിയമസഭയെ ഇളക്കിമറിച്ച വിപ്ലവ പോരാട്ടത്തിനൊടുവിൽ ഭൂമിയിലേക്ക് പതിച്ച ആ വൻമരത്തെ നോക്കി അന്ന് പലരും ചോദിച്ചു, അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? അതെ, തോറ്റുപോയി. പക്ഷെ മുറിവേറ്റ വിപ്ലവ സിംഹത്തിന്റെ ശ്വാസം ഓഖിയേക്കാൾ ഭീകരമായിരുന്നു. എന്റെ മണ്ടത്തരങ്ങൾ എന്ന രചന 9353 നിറവിലെത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ശിവൻകുട്ടി എന്നതിനെ കുറിച്ച് ഒരു താത്വികമായ അവലോകനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കാലങ്ങൾക്കിപ്പുറം പഴയ അഭ്യാസത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്റെ പദവി എന്താണെന്ന് ശിവേട്ടൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ എന്നെ ഞാൻ വിളിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ. അല്ലെങ്കിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ വെറുതെ വഴിയിൽ പോകുന്നവരെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ ചരിത്രമൊന്നുമില്ലല്ലോ. ശിവേട്ടന്റെ കാര്യം എടുത്താൽ പേരിന് മുൻപിൽ ചാർട്ട് കിട്ടിയ ADV എന്ന 3 അക്ഷരം നിയമം പഠിച്ചത് കൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ നിയമസഭ ചുരുട്ടിയെടുത്ത് തോളിൽ വെച്ചത് കൊണ്ടാകില്ലല്ലോ. മുൻപും ശിവേട്ടൻ വാക്കുകൾ കൊണ്ട് വിസ്ഫോടനം നടത്തുന്നത് മാതൃഭാഷയിൽ മാത്രമായിരുന്നില്ല. അനീതി കണ്ടാൽ അറിയാത്ത ഭാഷ പോലും ശിവേട്ടൻ ആയുധമാക്കിയിരിക്കും.
ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു കൊടുക്കും. ലിഫ്റ്റ് ഓഫ് ചെയ്ത് എന്തിനാന്ന്? ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഊനോ? ലാംഗ്വേജിൽ മാത്രമല്ല ഹിസ്റ്ററിയിലും ശിവേട്ടൻ അഗ്രഗണ്യനാണ്. ഇവിടെ ഈ SPT സ്ഥാപിച്ച രാജകുടുംബം ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ രാജകുടുംബത്തിന്റെ പേരിലുള്ള 10 ലക്ഷം രൂപ തന്നോണ്ടെന്ന് ക്യാൻസൽ ആക്കിയ പിന്നെ ചീപ്പ് ആയിട്ടുള്ള സ്വഭാവമുള്ളവരാണ് നിങ്ങളുടെ. ഇനി ഇത്രയും ഭാഷാ വൈഭവം വാരി വിതറിയിട്ടും അതിനെ കോമഡിയായി നോക്കിയിരിക്കുന്നവർക്ക് മുൻപിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്താനും ശിവേട്ടൻ മറക്കാറില്ല. My name is V. Shivakudi. You know? My name is Ashok. I am the former mayor of Trivandrum. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ സൊല്ലടാ. Last 2 times I am the MLA of Trivandrum. This place. Yes, sir. And the CHG State Secretary. ശിവേട്ട, അതിനൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അങ്ങ് തന്നെയാണ് പല പഴയ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കോമഡികൾക്കും ഭീഷണിയാകാൻ അവതരിച്ച കേരളത്തിന്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയായി ചാർജ് എടുത്തതോടെ വിദ്യാഭ്യാസത്തെ നിർത്തി അങ്ങ് അപമാനിക്കാനുള്ള ശ്രമങ്ങളും ശിവേട്ടൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ സ്കൂളിൽ തിരികെ എത്തുന്ന വിദ്യാർത്ഥികളോടുള്ള പ്രത്യേക ബഹുമാനം കണക്കിലെടുത്ത് അവർക്ക് വേണ്ടിയുള്ള ആദ്യ മൊഴിമുത്തുകൾ നൽകുവാനും ശിവേട്ടൻ മടിക്കാറില്ലായിരുന്നു. ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ? അത്രയും വേണോ സാർ? 23 സംസ്ഥാനങ്ങൾ. ശിവേട്ടന്റെ വിദ്യാഭ്യാസ സമ്പന്നത കൊണ്ട് പുതുതായി നെടുമങ്ങാടും കാക്കനാടും രൂപീകരിച്ച സംസ്ഥാനങ്ങൾ കൂടി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറയാം. പക്ഷേ ശിവേട്ടന്റെ കണ്ടുപിടുത്തത്തോട് തികച്ചും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ 23-ലെത്തിച്ച അശരീരിയുടെ ഉദ്ദേശം മാത്രം എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. സംഭവം ട്രോളർമാർക്ക് കഞ്ഞിക്കുള്ള വക ഉണ്ടാക്കിയതോടെ ശിവേട്ടനും തന്റെ ന്യായവുമായി രംഗത്ത് വന്നു. എല്ലാ മനുഷ്യനും മനുഷ്യസഹജമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കും. സ്വാഭാവികം. നാക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യനും സംഭവിക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അതെ, ആ പറഞ്ഞതിലും ന്യായമില്ലാതില്ല. ഒരു നാക്കുപിഴയൊക്കെ സാധാരണക്കാർക്ക് പോലും സംഭവിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മൈക്ക് കാണുമ്പോഴൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഓരോ നാക്കുപിഴ ഉണ്ടാകുന്നത് സ്വാഭാവികം എന്നേ പറയാനാകും. അല്ലെങ്കിൽ നമ്മളും സാധാരണക്കാരും തമ്മിൽ എന്ത് വ്യത്യാസം അല്ലെ ശിവേട്ട? ശിവേട്ടന്റെ അഭിപ്രായത്തിൽ ഒരു നാക്കുപിഴ സംരംഭമൊക്കെ ആകുമ്പോൾ കുറഞ്ഞത് ഇത്രയുമെങ്കിലും ഉണ്ടാകണം. ജസ്റ്റിസ് തോമസ് കണ്ണാക്കി മുട്ടിച്ചേ നീല ചായ നിറച്ച പാത്രത്തിൽ വീണ കുറുക്കൻ അടികൊള്ളും. നേരെ പറയും. എന്ന് മാത്രമല്ല, ഈ ജഡ്ജിക്ക് മുഖ്യമന്ത്രി സോളിഡാർ ഒരു മിനിറ്റ് ഇതെന്താ നാക്കേറി ചുറ്റാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശം നടത്തിയിരുന്നല്ലോ അന്ന്. എന്തോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തിനേലും കണ്ടുപിടുത്തം ഉണ്ടാക്കി പറയുമ്പോഴാണ് നാവ് നെറുകം തലേ കയറി ചുറ്റണത്. വിദ്യാഭ്യാസത്തിൽ കത്തി കയറിയതോടെ വിദ്യാഭ്യാസ മേഖലയിൽ ക്യാപ്റ്റൻ നൽകിയ അനാവശ്യമായ സംഭാവനകളെ കുറിച്ചും അദ്ദേഹം വാചാലനായി. പ്രത്യേകിച്ച് ഒരു നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടൊന്നും ഒരു ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരീക്ഷ നടത്തുന്നത് മുതൽ അദ്ദേഹം ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് റിസൾട്ടിന്റെ കാര്യം വരെ ഉള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അനാവശ്യമായ പിന്തുണയും സഹായവും അന്ന് മലയാളികൾ ആ നഗ്നസത്യം മനസ്സിലാക്കി. ഇത് മണ്ടത്തരങ്ങൾ കൊണ്ട് എഴുതിയ കഥയാണ്. ബുദ്ധി കൊണ്ട് തുടരാനാകില്ല. തുടരണമെങ്കിൽ വീണ്ടും മണ്ടത്തരങ്ങൾ തന്നെ വേണം. അധികം വൈകാതെ അതാ വരുന്ന സ്കൂളുകൾക്ക് വേണ്ടിയുള്ള ശിവേട്ടന്റെ നൂതന ആശയധാര. സ്കൂൾ ബസ് പരമാവധി അതാ സ്കൂളുകളിലെ ബസ്സുകൾ തയ്യാറാക്കി രംഗത്തിറക്കുന്നുണ്ട്. തയ്യാറാക്കി ഇറക്കാൻ എന്തെങ്കിലും ഇപ്പോൾ ടയറില്ലാത്ത സ്കൂളുണ്ടാവും. വ്യക്തമായില്ല. ഇപ്പോൾ ടയറില്ലാത്ത സ്കൂളുണ്ടാവും. അന്ന് വരെ ടയറുകളിൽ ഓടിത്തളർന്ന സ്കൂളുകൾക്ക് ഇതിൽ പരം എന്ത് ആശ്വാസമാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് തരാൻ കഴിയുന്നത്? വീണ്ടും ടയറില്ലാത്ത സ്കൂളുകൾ മൈതാനത്തോടി തുടങ്ങി. ശിവേട്ടൻ തന്റെ നാക്കുപിഴക്കൽ യജ്ഞങ്ങളുടെ പുതിയ വേർഷനുകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ശിവേട്ടന്റെ വളർച്ചയ്ക്ക് ഭീഷണി ആയേക്കാം എന്ന് കരുതി സഖാവ് അബ്ദുറഹ്മാനും ഒന്ന് ശ്രമിച്ചു നോക്കി. 1100
842 കോടി രൂപയുടെ സഖാവെ ഒരു പ്രാവശ്യം കൂടി 1142 കോടി രൂപയുടെ നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ചില നാക്കുപിഴക്കലുകൾ കേട്ടാൽ രാഷ്ട്രീയക്കാരെല്ലാം ഒന്നിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണോ എന്ന് പോലും തോന്നിപ്പോകും. എന്തായാലും സിംഹമടയിലേക്ക് വന്ന വഴിപോക്കനെ വെറുതെ വിടാൻ ശിവേട്ടന് കഴിയില്ലല്ലോ. കിട്ടിയ അവസരം മുതലാക്കി ശിവേട്ടനും തിരിച്ചടിച്ചു. 2022 മെയ് 31 പ്രായോഗിക പരീക്ഷകൾ പൂർത്തിയായതിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ധൈര്യമായി പറഞ്ഞോളൂ ശിവേട്ടാ. കേവലം 20 ദിവസങ്ങൾ കൊണ്ട് ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിലേക്ക് എത്തുകയാണ്. ഒരു പ്രാവശ്യം എത്തിച്ചാൽ മതി ശിവേട്ട, അല്ലെങ്കിൽ എത്തിക്കാൻ മാത്രമേ സമയം ഉണ്ടാകുള്ളൂ. SLC +2 പൊതുപരീക്ഷകൾ ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ ഉത്തരവ് പരിഗണിച്ച് ഈ വർഷത്തെ റിസൾട്ട് തയ്യാറാക്കിയിരിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും തയ്യാറാക്കിയല്ലോ എന്ന് കരുതി ആശ്വസിക്കാം. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ആ കണക്ക് കൂടി ഒന്ന് വെളിപ്പെടുത്താമോ ശിവേട്ട? ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്. 9353. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കുറച്ചുനാൾ മുമ്പ് 9363 കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. മുൻപ് ശിവേട്ടൻ പറഞ്ഞ ആർക്കും പറ്റാവുന്ന ആ നാക്കുപിഴയൊക്കെ ആകാം. പക്ഷെ നാക്കു പിഴയ്ക്കാൻ വേണ്ടി മാത്രം വായ് തുറന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ അല്പ വിദ്യാഭ്യാസമൊക്കെ ആകാമെന്ന് സാധാരണക്കാരും ചിന്തിച്ചു പോകും. പുതിയ നാക്കുപിഴ ഡയലോഗ് ആകുന്നതിന് മുൻപ് എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ ശിവേട്ട? എന്നാ അവസാനിപ്പിക്കട്ടെ. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി എന്റെ വ്യക്തിപരമായ പേരിലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയട്ടെ എല്ലാവരോടും. ഒരു പ്രകടനം നടത്തുമ്പോൾ കണ്ടു നിൽക്കുന്ന പോലീസുകാർക്ക് കൂടി ഒരു എന്റർടൈൻമെന്റ് ആകുമല്ലോ എന്ന് കരുതി സ്ഥിരമായി പ്രകടനത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ സ്പോട്ടിലെത്താൻ മറക്കാതെ വിളിച്ചു നോക്കി. പക്ഷെ എന്ത് ചെയ്യാൻ, ആർക്കും പഴയ ആത്മാർത്ഥതയൊന്നും ഇല്ലെന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല. പാർട്ടിയിൽ ആകെ ബാക്കി ഉണ്ടായിരുന്നവരെയും കൂട്ടി നടു റോട്ടിൽ കിടന്നുള്ള പ്രകടനം അങ്ങ് തുടങ്ങി. ഞങ്ങളുടെ നേരെ പോരിന് വന്ന തിരിച്ചടിക്കും എന്ന അനുപല്ലവി പാടുമ്പോഴും ഉള്ളിലെ വിശാല മനസ്സ് കാരണം തിരിച്ചടിക്കാൻ അണികൾ മുതിരുന്നുണ്ടായിരുന്നില്ല. ശേഷം പതിവ് പോലെ അണികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ അണികളുടെ എണ്ണത്തെ ബഹുമാനിച്ചാകണം ഇടിവണ്ടിയുടെ സ്ഥാനം ഇത്തവണ പോലീസ് ജീപ്പിന് കൈമാറിയിരുന്നു. പോകുന്നതിന് മുൻപ് പ്രതിഷേധ നേതാവിനിയുടെ വക പഞ്ച് ഡയലോഗ്. ചേച്ചി ഡയലോഗ് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ ആ പുഞ്ചിരിക്കുന്ന മുഖം മലയാളി മനസ്സിൽ ഒരിക്കൽ കൂടി അലയടിച്ചു കാണണം. ബിരിയാണി ചെമ്പിൽ കുടുങ്ങിയതോടെ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുത്ത് ഫ്രെയിമിൽ നിന്ന് പോയ പോക്കാണ്. പക്ഷെ അങ്ങനെ അങ്ങ് പോകാൻ ക്യാപ്റ്റന് കഴിഞ്ഞെന്ന് വരില്ലല്ലോ. നീണ്ട 37 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ക്യാപ്റ്റൻ വീണ്ടും വന്നിരിക്കുന്നു. ചില പഴയ തള്ളുകൾ ഓർമ്മിപ്പിക്കാനും ചില പുതിയ തള്ളുകൾ പറഞ്ഞു പഠിപ്പിക്കാനും. നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചത്. അതെന്താ സഖാവേ, നിയമസഭാ സേനാനികൾക്കെല്ലാം ഒന്നിച്ച് ബോധോദയം വല്ലതും ഉണ്ടായോ? അടിയന്തര പ്രമേയം സഭയിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന രീതിയിൽ തടസ്സപ്പെടുന്ന നില UDF അംഗങ്ങളുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ്. നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ആ മഹാസംഭവം ഇതാണെങ്കിൽ ആ ചെയ്തത് തികച്ചും മോശമായി പോയി സഖാവേ. UDFന്റെ ഇത്തരം പ്രവണതകൾക്ക് കാരണം വല്ല സംസ്കാര വേർതിരിവോ മറ്റോ ആണോ സഖാവേ? ഇനി ഇവിടെ കോൺഗ്രസിന്റെ സംസ്കാരം പറയുമ്പോൾ അത് ശരിയാണ്. രാഷ്ട്രീയ സംസ്കാരം പറയുമ്പോൾ ആരാണെങ്കിലും അല്പം വെള്ളം കുടിച്ചു പോകും. ശരിക്കും വെള്ളം കുടിക്കാനുള്ളത് പിറകെ വരുന്നതേ ഉള്ളൂ. അത് LDFന്റെ സംസ്കാരം ഒന്ന്,
UDFന്റെ സംസ്കാരം മറ്റൊന്ന്. ഇത് നമ്മൾ കാണാതിരിക്കരുത്. സഖാവ് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്നത്? ആ സംസ്കാരം നമുക്കൊന്ന് ചെറുതായി കണ്ടിട്ട് വരാം. എത്ര മനോഹരമായ ആചാരങ്ങൾ. അടുത്തതായി സഖാവ് തള്ളാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്കുള്ള SFI അണികളുടെ വിപ്ലവ മാർച്ചിനെ കുറിച്ചാണ്. സഖാവേ, ഇനി തള്ളിക്കോ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത്തരമൊരു തെറ്റായ സംഭവം നടന്നു കിട്ടി, അതൊരാശ്വാസമായി എന്ന മട്ടില് ഒരുപാട് തെറ്റായ സംഭവങ്ങൾ നടത്താനുള്ള ആസൂത്രിതമായ നീക്കങ്ങളിലേ ഉണ്ടായത്. സഖാവിന്റെ കരച്ചിൽ കേട്ടാൽ കോൺഗ്രസിന് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് SFI മാർച്ച് നടത്തിയതെന്ന് പോലും തോന്നിപ്പോകും. SFI മാർച്ചിന്റെ പേരിൽ അപലപിക്കൽ ചടങ്ങ് വല്ലതും നടന്നോ സഖാവേ? SFIയുടെ മാർച്ച് നടന്നു വന്നതിന്റെ മേലെ അവിടെയുള്ള വയനാട്ടിലെ CPIM ജില്ലാ കമ്മിറ്റി ആ മാർച്ചിനെ അംഗീകരിച്ചുകൊണ്ടല്ല വർത്തമാനം പറഞ്ഞത്. അവിടെ നടന്ന സംഭവങ്ങളെ അപലപിക്കുകയാണ് ചെയ്തത്. അതെന്തായാലും നന്നായി. സാധാരണ SFI അണികളുടെ ഇത്തരം കോമഡികൾ പറയുമ്പോൾ ഞങ്ങളൊന്നും കാണുന്നുമില്ല, ഞങ്ങളൊന്നും കേൾക്കുന്നുമില്ല എന്ന് പറയുന്ന ടീംസാണ്. ഇനി സഖാവ് വെളിപ്പെടുത്താൻ പോകുന്ന ആ നഗ്ന സത്യം കേട്ട് ആരും ഞെട്ടരുത്. മര്യാദക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഇറക്കി വിടും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ഒരു പത്രസമ്മേളനത്തിൽ കേട്ട വാചകല്ലേ ഇത്? അങ്ങനെയൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ പറയുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ഞാനിപ്പോ നിങ്ങളോട് ആരോട് പറഞ്ഞതല്ല കേട്ടോ. നാളെ എന്റെ വാചകമായിട്ട് എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരിക്കലുമില്ല സഖാവേ. സഖാവ് അങ്ങനെ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. സംശയമുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് നോക്കാം. അവസാനമായി എന്തെങ്കിലും കൂടി ഒന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ജനങ്ങളുടെ മുന്നിലുള്ള തുറന്ന പുസ്തകമാണ് ഞങ്ങളെയൊക്കെ ജീവിതം. ആ തുറന്ന പുസ്തകം അടച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ എത്തുമായിരുന്നോ എന്റെ സഖാവേ? എന്തായാലും തുറന്നത് തുറന്നു. തുറക്കാത്ത മറ്റു പേജുകൾ ഓർത്ത് തൽക്കാലം ആശ്വസിക്കാം. വീണ്ടും കാണുന്നത് വരെ എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും നിർദ്ദേശങ്ങളും ഒക്കെ വേണം. ശരി, താങ്ക് യു. അതായത് ഉത്തമ, അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.